കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേട്ടതായ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ അതേ വേദഭാഗത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വായിച്ചതായ വേദഭാഗത്തിൻ്റെ അടുത്ത വേദഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് 9-ാം വാക്യമാണ്. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ ഉറപ്പ് നേടിയ ശേഷം ഏലിയാവ് അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരിക്കലും കെരീത്തും അതുപോലെ കാക്കയും ലഭിക്കുന്നതായ അപ്പവും ഇറച്ചിയും ഒന്നും സ്ഥിരതയുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മകൾ നമ്മൾ അനുഭവിച്ചാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒന്നും സ്ഥായിയായിട്ട് ഉള്ളതല്ല. മറിച്ച് ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്നു എന്നുള്ളത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് സരാഫത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഏലിയാവ് എങ്ങനെയാണ് നയിക്കപ്പെടുന്നത്. അവൻ സരാഫത്തിലേക്ക് ചെന്നു. അവൻ ദൈവം പറയുന്നത് പോലെ തന്നെ അനുസരിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവം പറയുന്നത് പോലെ നമുക്ക് അനുസരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പാതകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ തുടങ്ങും. 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയെ ഓടും. എന്താണ്? ദൈവം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്ന അനുഭവങ്ങളുണ്ട്. ഏലിയാവിൻ്റെ ഹൃദയത്തെ ദൈവം വിശാലമാക്കി. വിശാലമായ ഒരു കാഴ്ചപ്പാട്, ദൈവവചനത്തിന് അനുസൃതമായി ദൈവം എവിടേക്ക് കൊണ്ടുപോയാലും പോകാനുള്ള മനസ്സോടുകൂടെ ഇരിക്കുന്നതായ വിശാലമായ മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാനാവിലെ കല്യാണത്തിന് നമുക്കിത് കാണാൻ കഴിയും. മറിയ വന്ന് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, ഇവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടതായ ആവശ്യമായ ഒരു കാര്യമാണ് ഹൃദയ വിശാലത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ചെയ്യുവാനുള്ള ഒരു ഹൃദയം, മനസ്സ്. നിർഭാഗ്യവശാൽ പലർക്കും ഇതില്ല. പലരും ക്രിസ്ത്യൻസ് ആണ്, പലരും ആരാധനയ്ക്ക് കടന്നു വരുന്നു, പലരും അവരുടേതായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ദൈവം എന്തു പറഞ്ഞാലും ചെയ്യാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തത് കൊണ്ട് അവരിൽ ദൈവപ്രവൃത്തി ഉണ്ടാകാറില്ല. ഇവിടെ ഏലിയാവിന് ആ ഹൃദയവിശാലത ദൈവം കൊടുത്തു. ദൈവം കൊടുക്കുന്നത് മാത്രമല്ല, അവൻ ആ ഒരു മനസ്സുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവം തരണമെന്നല്ല നാം ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നാം ആഗ്രഹമുള്ളവരായ ദൈവഹിതത്തിനനുസരിച്ച് നമ്മളുടെ സ്വഭാവങ്ങളെ നമുക്ക് വിപുലപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹൃദയവിശാലത നമുക്ക് ലഭിക്കും. ഏലിയാവ് ആ ഹൃദയവിശാലതയുള്ളവനായി സരാഫത്തിലേക്ക് പോകുമ്പോൾ അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വിധവയെക്കുറിച്ചുള്ള ദർശനം ഏലിയാവ് കണ്ടു കാണും. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്നവൻ വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ലാത്തതായ ഒരു സഹോദരി. അവളൊരു ജാതീയ സ്ത്രീയാണ്. പക്ഷേ അവളുടെ ഒരു പ്രത്യേകത, ദൈവം അവളോട് ഇടപെടുവാൻ കഴിയുന്നതായ നിലയിൽ ആയിരുന്ന ഒരു സഹോദരിയായിരുന്നു ഈ വിധവയായ സഹോദരി. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. ദൈവം നമ്മളോട് ഇടപെടുവാൻ കഴിയുന്നതായ നിലയിൽ നാം ആയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു അത്ഭുതമാക്കുവാൻ, ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അവൾ പറയുന്നു, ഇനി എനിക്ക് പ്രതീക്ഷയില്ല, ഞാനും എൻ്റെ മകനും കൂടെ മരിപ്പാനിരിക്കുകയാകുന്നു. അപ്പോൾ 13-ാം വാക്യത്തിൽ ഏലിയാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അവൾ പറയും, നോ 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 എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല, കാരണം എൻ്റെ മകനും ഞാനുമാണ് ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തി.
നീ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ആളല്ല, അതുകൊണ്ട് നിൻ്റെ വഴിക്ക് നീ പൊക്കോ. ഒരു പിടി മാവും അല്പം എണ്ണയും എൻ്റെ വീട്ടിലുള്ളത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നീ വേറെ എവിടെയെങ്കിലും പൊക്കോളാൻ ഏലിയാവിനോട് അവൾ പറഞ്ഞോ? ഇല്ല, ഒരിക്കലും പറഞ്ഞില്ല. മറിച്ച് ദൈവം അവളോട് കൽപ്പിച്ചതുകൊണ്ട് അവൾ അതുപോലെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രത്യേകത. ദൈവം തൻ്റെ വചനം അയച്ചാൽ അതിൻ്റെ പ്രവൃത്തി നിവർത്തിക്കാതെ അതൊരു നാളും മടങ്ങി വരികയില്ല. 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവരോടുള്ള ദൂതാണ് എന്താണ്? നിൻ്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, അതുപോലെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. 15-ാമത്തെ വാക്യം, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. ദൈവം പറയുന്ന പോലെ ചെയ്യുക. ഒരു വാഗ്ദത്തം ദൈവം അവളോട് പറഞ്ഞപ്പോൾ ആ വാഗ്ദത്തവും അവൾ വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പക്ഷേ ഇവളത് അനുസരിക്കുന്നില്ല എങ്കിൽ ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അവൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനത്തിൻ്റെ അനുസരണമാണ്. ദൈവം കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക എന്നുള്ളതും ദൈവവചനത്തിൻ്റെ അനുസരണവുമാണ് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി സംഭവിക്കുന്നത്. പലർക്കും വാഗ്ദത്തമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു, പക്ഷേ അവർ വചനം അനുസരിക്കാറില്ല, അവർ വചനത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല, അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാറുമില്ല. അതുകൊണ്ടെന്ന് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറാറില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ വിധവയെപ്പോലെ, അതേ ഈ ഏലിയാവിനെ പോലെ ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും നമുക്ക് ഇടയാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൂടുതൽ വ്യത്യസ്തമാകുവാൻ തക്കോണം ഇടയായിത്തീരും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ ഈ ഒരു വേദഭാഗം വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാത ധ്യാനത്തെങ്കിൽ നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം എല്ലാമാണ് ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പതിവായി മോർണിംഗ് ഡ്യൂ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് പുതുതായി ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവമേ, ഇന്ന് കേട്ട വചനം പോലെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തെ അനുസരിക്കുവാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രോഗപ്രയാസങ്ങളിലൂടെയോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഇന്നാദ്യമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലസ് യു ഓൾ.